അങ്ങനെ ഏവരും കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. ഏവരും കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ തന്നെ പറയണം. കാര്യം എപ്പോഴത്തേക്കാളും ഒരുപാട് താമസിച്ചാണ് ഇപ്രാവശ്യത്തെ സീസൺ 7 ആരംഭിക്കാൻ പോകുന്നത്. സാധാരണ മാർച്ചിലോ ഏപ്രിലോ ഒക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഇങ്ങ് വന്നു, ഇപ്പോൾ ഓഗസ്റ്റ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയേറെ താമസിച്ച് തുടങ്ങുന്ന ഒരു സീസൺ എന്ന നിലയിൽ ഒരുപാട് പ്രതീക്ഷയോടു കൂടെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 7 സീസണിനേക്കാളും അടിപൊളി ഒരു സീസണായി മാറട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നുണ്ട്. കൺഫേംഡ് ആയിട്ടും അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ടും ഒക്കെ ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സീസണിലും ഓരോ തീമാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു സീസണിലെ തീമും എനിക്ക് ഇന്ന് വന്ന പ്രൊമോയിൽ എനിക്ക് മനസ്സിലായത് പരദൂഷണം പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാട്ടം പറയുന്നു. പക്ഷേ ബിഗ് ബോസ് ആകുമ്പോൾ അല്ലറ ചില്ലറ പരദൂഷണമൊക്കെ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഈ മിണ്ടാതിരിക്കുന്നവരുടെ വായിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അല്ലെങ്കിൽ പിന്നെ ആരെക്കുറിച്ച് ഒരു കുറ്റവും പറയാതെ ഒരു പരദൂഷണം പറയാതിരുന്നാൽ ഒരു രസവും ഉണ്ടാകില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണമൊക്കെ പറഞ്ഞ് അടിയൊക്കെ കൂടുതൽ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ബിഗ് ബോസ് എല്ലാവരും കാണുന്നത്. അല്ലാതെ എല്ലാവരും സമാധാനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിരിക്കുന്നതെന്ന് കാണാനൊന്നും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വാശി ഉണ്ടാകണം, എല്ലാവരും മത്സരിക്കണം, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഗെയിം കളിക്കണം. എന്നാൽ മാത്രമേ ബിഗ് ബോസ് എന്നൊരു ഷോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്താണ് എനിക്കറിയില്ല തീമിൽ ഉദ്ദേശിച്ചത്. പരദൂഷണമൊന്നും പാടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. പല രീതിയിൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 പ്രൊമോയിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ലാലേട്ടൻ തന്നെ ഈ കഴിഞ്ഞ 6 സീസണിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. അതുപോലെ തീമിലുള്ള വ്യത്യാസങ്ങളൊക്കെ എല്ലാത്തിനേക്കാളും ബെറ്റർ ആണെന്ന് പറയുന്നു. എന്തായാലും വന്നാൽ മാത്രമേ നമുക്ക് അറിയൂ. ചുമ്മാ അതിങ്ങനെ പല സീസണിൽ ഇങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് പോകുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഈ പറഞ്ഞ തീമൊന്നും ആയിരിക്കത്തില്ല പിന്നീട് അങ്ങോട്ട് കാണുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 7 ആരൊക്കെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആകാംക്ഷയോടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സംബന്ധമായ എന്ത് വീഡിയോ വന്നാലും അതിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ കൺഫേംഡ് ആണ് എന്നറിയാൻ വേണ്ടി വളരെയധികം ആഗ്രഹത്തോടെ നോക്കുന്നവരുണ്ട്. അതായത് ഇതിനോടകം ലാസ്റ്റ് പ്രഡിഷൻ ലിസ്റ്റുകളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അഭിനേതാക്കൾ, ഗായകൻ, ലെസ്ബിയൻ കപ്പിൾസ്, കോമഡിയന്മാർ, ഇങ്ങനെ ഒട്ടനവധി പേരുടെ പേരും പറയുന്നുണ്ട് ആ ലിസ്റ്റിൽ. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന പ്രഡിഷൻ ലിസ്റ്റിൽ പെടുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ പറയാം. അതായത് ഷാനവാസ്, നമ്മുടെ നടൻ രുദ്രൻ എന്ന പേരിലൂടെ ശ്രദ്ധേയനായ നടൻ. അതുപോലെ തന്നെ രേണുസുതി, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെയധികം ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ രേണുസുതി. അതുപോലെ തന്നെ നമ്മുടെ വിശ്വ മ്യൂസിക് റാപ്പർ രേഖ രതീഷ്, നമ്മുടെ അഭിനേത്രിയായിട്ടുള്ള. അതുപോലെ തന്നെ ലെസ്ബിയൻ കപ്പിളായ ആദിലയും നൂറയും. അതുപോലെ തന്നെ നമ്മുടെ അനുമോളിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ജിഷിൻ മോഹൻ, നടനായിട്ടുള്ള. അതുപോലെ തന്നെ നമ്മുടെ മുനിഷി രഞ്ജിത്ത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ മുനിഷി രഞ്ജിത്ത്. അതുപോലെ തന്നെ ഗായകൻ അക്ബർ ഖാൻ. അതുപോലെ തന്നെ നടനായിട്ടുള്ള അപ്പാനി ശരത്ത്. അതുപോലെ തന്നെ നടിയായിട്ടുള്ള ബെന്നി സെബാസ്റ്റ്യൻ. അതുപോലെ തന്നെ നടനായിട്ടുള്ള അഫി ശ്രീ. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ നടിയായിട്ടുള്ള റാണിയ റാണ. അതുപോലെ തന്നെ ഗായകനായിട്ടുള്ള മാധവ് നായിക്കർ. അതുപോലെ തന്നെ കലാഭവൻ സരികയൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്ന വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ ആര്യൻ, മോഡലിലൊക്കെ ആയിട്ടുള്ള ആര്യൻ. അതേപോലെ റേഡിയോ ജോക്കി ആയിട്ടുള്ള ബിൻസി. അതുപോലെ തന്നെ ഫുഡ് വ്ളോഗറൊക്കെ ആയിട്ടുള്ള ഒണിയൻ സാബു. സ്റ്റാൻഡപ്പ് കോമഡിയനായിട്ടുള്ള ദീപക് മോഹൻ. അതേപോലെ തന്നെ സ്റ്റൈലിഷും ഫാഷൻ കൊറിയോഗ്രാഫറുമായിട്ടുള്ള നിവീൻ. പിന്നെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ബബിത ബാബി. ഇത്രയും പേരാണ് ലാസ്റ്റ് പ്രഡിഷൻ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് വെയിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അവന്തിക മോഹൻ, നമ്മൾ നടിയായിട്ടുള്ള. അതുപോലെ തന്നെ ഷാരിക, അവതാരികയായിട്ടുള്ള. ഈ ഇടയ്ക്ക് രേണുവിന് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് എയറിലായ അതേ ഷാരിക തന്നെയാണ്. അതുപോലെ തന്നെ ബിനീഷ് ബാസ്റ്റിൻ, നമ്മുടെ ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ള. അതുപോലെ തന്നെ ആദിത്യ ജയൻ, നടനായിട്ടുള്ള. ആദിത്യ ജയൻ പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അവതാരകനായിട്ടുള്ള റൊഹാൻ ലോണ. അതേപോലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഞ്ജലി, മുൻ RJ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും മൈലാഞ്ചിട്ട് തരുന്നു ചോദിച്ച അതേ അഞ്ജലി തന്നെയാണ്. അതുപോലെ തന്നെ നടിയായിട്ടുള്ള അമൃത നായർ. അതുപോലെ തന്നെ ട്രാൻസ് വുമണും അഭിനേത്രിയുമായിട്ടുള്ള അമയ പ്രസാദ്. അതുപോലെ തന്നെ ജാസി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മാഹിൻ മച്ചാൻ. അതുപോലെ തന്നെ ഇഷാനി ഇഷ. ഇവർ ഇത്രയുമാണ് ലാസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് പ്രഡിഷൻ ലിസ്റ്റും ലാസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ പെട്ടവരും തമ്മിൽ 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
എന്തായാലും നമുക്ക് നോക്കാം 7ൻ്റെ പണിക്ക് നമ്മുടെ ലാലേട്ടൻ കൊടുക്കാൻ പോകുന്ന 7ൻ്റെ പണിക്ക് ഇനി വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി ആരൊക്കെ ഉണ്ടാകും, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും. എന്തായാലും കഴിഞ്ഞ സീസൺ പോലൊന്നും ആകാതിരുന്നാൽ മതിയായിരുന്നു. കഴിഞ്ഞ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്താ തോന്നി, നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. എനിക്ക് എന്തായാലും കഴിഞ്ഞ സീസൺ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളതൊക്കെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ അഖിൽമാരാൻ്റെ സീസണിൽ അഖിൽ തന്നെയാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഗെയിം. മറ്റുള്ളവരാരും ഗെയിം കളിക്കുക ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാനുള്ള ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ ഈ സീസൺ മൊത്തം അടിയും വഴക്കും പരദൂഷണം മാത്രമേ ഉള്ളായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഫ്ലോപ്പായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.